Dear students, Abu Maths ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ 4th ചാപ്റ്ററായ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വ സമവാക്യങ്ങൾ എന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. പേജ് 76-ലെ മറ്റൊരു എക്സാമ്പിളാണ്. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നിരിക്കുന്നു. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ പ്രത്യേകത ആദ്യത്തെ ലൈനിലുള്ളതെല്ലാം 1ൻ്റെ മൾട്ടിപ്പിൾസാണ്, അടുത്തത് 2ൻ്റെ മൾട്ടിപ്പിൾസ്, പിന്നെ 3ൻ്റെ മൾട്ടിപ്പിൾസ്, അങ്ങനെ 9ൻ്റെ മൾട്ടിപ്പിൾസ്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും 4 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ നമ്മൾ എടുക്കുക. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ ഡയഗണൽ പെയർസ് രണ്ടും തമ്മിലുള്ള സമ്മ് കാണുന്നു. 9 + 16, 12 + 12, അങ്ങനെ സമ്മ് കാണുന്നു. സമ്മിൻ്റെ ഡിഫറൻസ് കാണുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഡയഗണൽ പെയർസിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നു. അങ്ങനെ രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. ഓൾവേസ് വി ഗെറ്റ് 7. ഓക്കെ, ഇവിടെ ഡയഗണൽ പെയർസിൻ്റെ സമ്മാണ് കാണുന്നത്. അങ്ങനെ രണ്ട് സമ്മുകൾ കിട്ടും, അവ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. എല്ലായ്പ്പോഴും നമുക്ക് ഒന്ന് തന്നെയാണ് കിട്ടുന്നതെന്ന് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കിട്ടുന്നത് എന്നുള്ളത്, അതായത് സെയിം നമ്പേഴ്സ് കിട്ടുന്നത് എന്നുള്ളത് ഓൾജിബ്രയിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യാം. നമ്മൾ പരിഗണിച്ചിരിക്കുന്ന രണ്ട് സ്ക്വയേഴ്സാണ് ഇതും ഇതും. ഇത് രണ്ടും ഞാനിങ്ങോട്ട് മാറ്റി എഴുതി. ഇപ്പോൾ 9, 12, 12, 16. ഇവിടെ ഞാൻ പറഞ്ഞു ഇതെല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസാണ്, ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസാണ് ഇത് രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ 9 നമുക്ക് 3 × 3 എന്നും ഇതിനെ 3 × 4 എന്നും എഴുതാം. 12നെ രണ്ടും 3ൻ്റെ മൾട്ടിപ്പിൾസ്. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ 4 × 3 12, 4 × 4 16, ഇങ്ങനെ എഴുതാം. ഇനി രണ്ടാമത്തെ സ്ക്വയർ നമ്മളെടുത്താൽ 35, 42, 40, 48 അതെടുത്തു. അപ്പോൾ ഇത് 7ൻ്റെ മൾട്ടിപ്പിൾസാണ്. ഈ റോയിലുള്ളതെല്ലാം 8ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 7 × 5, 7 × 6 എന്ന് എഴുതാം. ഇത് 8ൻ്റെ മൾട്ടിപ്പിൾസാണ്. സോ 8 × 5, 8 × 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഡയഗണൽ പെയർസിൻ്റെ സമ്മ് കണ്ടതിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് കണ്ടുനോക്കുന്നു, എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. ഇവിടെ 9 + 16 = 25, 12 + 12 = 24. So the difference is what? 25 - 24, 1. Difference 130. ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നു. 35 + 48, 48, that's equal to 83. Then 40 + 42, 82. So difference is 1. അപ്പോൾ അങ്ങനെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ഏത് 4 നമ്പേഴ്സ് അടങ്ങുന്ന സ്ക്വയേഴ്സ് എടുത്തിട്ടും ഇതേപോലെ തന്നെ ഡയഗണൽ പെയർസിൻ്റെ സമ്മുകൾ കണ്ട് അവയുടെ ഡിഫറൻസ് കണ്ടാൽ ഓൾവേസ് വി ഗെറ്റ് 1. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ ആൾജിബ്രൈക്കലി പ്രൂവ് ചെയ്യാണ്. അതിനുവേണ്ടി ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി ഇതിലെ 3 × 3 എന്നുള്ളതിനെ നമ്മൾ ആദ്യത്തതിനെ x എന്നും മറ്റതിനെ y എന്നും എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ x × y, സോ xy. ഈ 3ക്ക് ഇവിടെ യാതൊരു മാറ്റവുമില്ല, അപ്പോൾ അതിനെ നമുക്ക് x തന്നെ എഴുതാം. എന്നാൽ ഈ 3 മാറി ഒന്നുകൂടെ കൂടി. അപ്പോൾ ഈ 3 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? y കൊണ്ടാണ്. അപ്പോൾ 3 + 1 ആയി. അപ്പോൾ y + 1 എഴുതാം. y + 1. ഇവിടെ 4 × 3, ഇവിടെ 3 ആണുള്ളത്, ആ 3 4 ആയി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി. അപ്പോൾ ഇവിടെ x ആണുള്ളത്, അപ്പോൾ അത് x + 1 ആയി മാറും. ഓക്കെ, ഇവിടെ 3, ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ ഇത് y ആണെങ്കിൽ ഇതിനെ y എന്ന് എഴുതാം. ഈ 3 എന്നുള്ളത് 4 ആയി. 3യെ റെപ്രസെൻ്റ് ചെയ്യുന്ന x ആണ്, അപ്പോൾ x + 1 വരും. x + 1. ഇനി ഇവിടെ 4 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് y + 1 ആണ്. ഈ 4 തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്ത് വരും? y + 1 എന്ന് വരും. അപ്പോൾ ഈ സ്ക്വയറിനെ നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് x × y + 1, x + 1 × y, x + 1 × y + 1 എന്ന് എഴുതാൻ സാധിക്കും.
ഇനി ഈ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് എക്സും ഇത് വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ മീൻസ് എക്സ് വൈ. 7 ഇവിടെയും 7. അപ്പോൾ എക്സിന് പകരം എക്സ് തന്നെ എഴുതുന്നു. ഇവിടെ 6 വന്നു, ഇവിടെ 5 ആണ്. 5 + 1 ആണ് 6. അപ്പോൾ 5ൻ്റെ സ്ഥാനത്ത് വൈ ആയതുകൊണ്ട് y + 1. ഇനി 7 ഇവിടേക്ക് എത്തുമ്പോൾ 8 ആയി. അപ്പോൾ എക്സ് + 1 ആയി മാറും. എക്സ് + 1. ഇവിടെ 5, ഇവിടെയും 5. ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ ഇവിടെ y ആണെങ്കിൽ ഇവിടെയും y തന്നെ. ഇനി ഈ 7 എന്നുള്ളത് 8 ആയി. അപ്പോൾ എക്സ് + 1 ആവും. ഇവിടെ 6, ഇവിടെ 6. ദർ ഇസ് നോ ചേഞ്ച്. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത് y + 1 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ എഴുതാം? y + 1 എഴുതാം. അപ്പോൾ ഈ 4 നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏതെല്ലാമാണ്? എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ + 1, എക്സ് + 1 ഇൻറ്റു വൈ, എക്സ് + 1 ഇൻറ്റു വൈ + 1. ഇവിടെ നോക്കിയാലും അത് തന്നെ എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ + 1, എക്സ് ഇൻറ്റു വൈ + 1, എക്സ് + 1 ഇൻറ്റു വൈ, ഇവിടെയും അത് തന്നെ എക്സ് + 1 ഇൻറ്റു വൈ + 1, ഇവിടെയും അത് തന്നെ. അപ്പോൾ ഇവിടെ ഈ 4 നമ്പേഴ്സും ഡിഫറൻ്റ് ആണ്. പക്ഷേ ആൾജിബ്രായിക് ഫോമിലേക്ക് വരുമ്പോൾ ആ 4 നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? സെയിം ആണ്. അങ്ങനെ ഇതിലുള്ള ഏത് 4 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെല്ലാം നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ + 1, എക്സ് + 1 ഇൻറ്റു വൈ, എക്സ് + 1 ഇൻറ്റു വൈ + 1 എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും നമ്മൾ സമ്മ് കാണുന്നു. ഈ ഡയഗണൽ പെയറിൻ്റെ സമ്മ് കാണുന്നു, ഈ ഡയഗണൽ പെയറിൻ്റെ സമ്മ് കാണുന്നു. രണ്ടും നമ്മൾ ഡിഫറൻസ് കാണുന്നു. എന്നിട്ട് ആ ഡിഫറൻസിൽ നമുക്ക് 1 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 1 കിട്ടി, ഇവിടെയും 1 കിട്ടി. അതേപോലെ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഏതെല്ലാം തമ്മിലാണ് നമ്മൾ സമ്മ് ചെയ്യുന്നത്? എക്സ് വൈ പ്ലസ് എക്സ് + 1 ഇൻറ്റു വൈ + 1 ആദ്യം. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് + 1 ഇൻറ്റു വൈ + 1. എക്സ് + 1 ഇൻറ്റു വൈ + 1 എന്ന് പറയുന്നത് എക്സ് + y ഇൻറ്റു യു + y എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു 1, എക്സ്, 1 ഇൻറ്റു വൈ, വൈ, 1 ഇൻറ്റു 1, 1. ഓക്കെ, അപ്പോൾ ഇതും തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ആദ്യത്തേത് ഇതാണ്. ഈ ഭാഗത്തെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയും മാറും. ഇത്രയും കിട്ടും ഈ ഭാഗം. അപ്പോൾ ഇതും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ എത്രയാണ്? 2xy. പിന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് 1, എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു, എന്ത് കിട്ടും നോക്കാം. ഇതും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇതിനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് 2 ടേംസ് ആക്കി മാറ്റാം. അപ്പോൾ y ഇൻറ്റു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എത്ര? എക്സ് വൈ. പിന്നെ 1 ഇൻറ്റു വൈ അല്ലെങ്കിൽ y ഇൻറ്റു 1. അപ്പോൾ y. ഇത്രയുമായി അതിനോട് ആഡ് ചെയ്യുക. എന്ത് ആഡ് ചെയ്യുക? പ്ലസ്. ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്തായി മാറും എന്നാലോചിക്കുക. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു 1, എക്സ്. ഇനി എക്സ് വൈ പ്ലസ് എക്സ് വൈ, 2xy. പിന്നെ ഇവിടെ ഒരു y ഉണ്ട്, ഒരു x ഉണ്ട്. y പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള സമ്മ് കിട്ടി, ഇത് രണ്ടും തമ്മിലുള്ള സമ്മ് കിട്ടി. ആ 2 സമ്മുകൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന് 2xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1, മറ്റത് 2xy പ്ലസ് എക്സ് പ്ലസ് വൈ. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റർ സം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഡിഫറൻസ് ഈസ് 1. അപ്പോൾ ആൾജിബ്രായിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി പേജ് 78 ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ നമ്പേഴ്സ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു.
1 to 25 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ റോയിൽ 1 to 5, പിന്നെ 6 to 10, 11 to 15, പിന്നെ 16 to 20, പിന്നെ 21 to 25. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിലുള്ള ഏതെങ്കിലും 4 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുക്കുക. എന്നിട്ട് ആ സ്ക്വയറിലെ ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നു. അങ്ങനെ കിട്ടുന്ന 2 പ്രൊഡക്റ്റിൻ്റെയും ഡിഫറൻസ് കാണുന്നു. എല്ലായ്പ്പോഴും ഒരേ നമ്പർ തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ എടുത്തു, ഒരു സ്ക്വയർ ഇവിടെ എടുത്തു. ഈ ഡയഗണൽ പെയറിൻ്റെ പ്രൊഡക്റ്റും ഇതിൻ്റെ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. എന്ത് കിട്ടും നോക്കുക. ഇത് രണ്ടും തമ്മിലുള്ള പ്രൊഡക്റ്റും ഇത് രണ്ടും തമ്മിലുള്ള പ്രൊഡക്റ്റും കണ്ടിട്ട് ആ 2 പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. എന്താണ് കിട്ടുന്നത് നോക്കുക. അപ്പോൾ 4 into 10 40, 9 into 5 45. ഓക്കെ, 4 into 10 40, 9 into 5 45. പിന്നെ ഡിഫറൻസ് കാണുന്നു. ഡിഫറൻസ് കണ്ട 45 minus 40 is equal to 5 എന്നാണ്. സോ 5 is the difference. അടുത്തത് 11 17. ഓക്കെ, 11 into 70 187 എന്ന് കിട്ടും. then 16 into 12, 16 into 12 192 എന്ന് കിട്ടും. ഓക്കെ, so difference is 192 minus 187, 5. അപ്പോൾ ഡിഫറൻസ് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏത് 4 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്നത് എല്ലായ്പ്പോഴും ഡിഫറൻസ് എത്ര തന്നെ ആയിരിക്കും? 5 തന്നെയായിരിക്കും. മറ്റേതെങ്കിലും 4 നമ്പേഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ എല്ലായ്പ്പോഴും 5 കിട്ടുന്നു എന്ന് ആൾജിബ്രൈക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 4 നമ്പേഴ്സിനുള്ള പ്രത്യേകത എന്താണെന്ന് ജനറലി നമുക്ക് നോക്കാം. ഇപ്പോൾ 4 5 എടുത്തു, 4 5 9 10 എടുത്തു. അപ്പോൾ ആദ്യം 4നെ നമ്മൾ എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ 4 plus 1 ആണ്. therefore x plus 1. ഇത് 4 plus 5 ആണ്. therefore this is x plus 5. ഇതിനോട് ഒന്നും കൂടെ കൂടിയതാണ് അടുത്തത്. so x plus 5 plus 1, that is x plus 6. അപ്പോൾ ആൾജിബ്രൈക്കലി നമുക്ക് ഈ സ്ക്വയറിലുള്ള 4 നമ്പേഴ്സിനെ ഇങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ 4 നമ്പേഴ്സ് എടുക്കുക. 11 12 16 70. ആദ്യത്തേത് എക്സ് ആണെങ്കിൽ ഇതിനോട് ഒന്ന് കൂട്ടിയതാണ് ഇത്. സോ ദിസ് ഈസ് എക്സ് പ്ലസ് 1. 11 പ്ലസ് 5 ആണ് 16. സോ എക്സ് പ്ലസ് 5. ദിസ് പ്ലസ് 1 ഈസ് 17. therefore എക്സ് പ്ലസ് 5 പ്ലസ് 1 ഈസ് എക്സ് പ്ലസ് 6 എന്ന് കിട്ടി. ഈ സ്ക്വയറിലുള്ള 4 നമ്പേഴ്സിനെ നമ്മൾ ആൾജിബ്രൈക്കലി ഡിനോട്ട് ചെയ്തപ്പോൾ കിട്ടിയെന്താണ്? എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 6. ഇവിടെ അങ്ങനെ തന്നെ എക്സ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 6. അപ്പോൾ ഇതിലുള്ള ഏത് സ്ക്വയേഴ്സ് എടുത്താലും 4 നമ്പേഴ്സുള്ള സ്ക്വയേഴ്സ് എടുത്താലും ആ 4 നമ്പേഴ്സിനെ നമുക്ക് ഇതേപോലെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഡയഗണൽ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടു, എന്നിട്ട് ആ 2 പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു, എന്നിട്ട് 5 കിട്ടി എന്നാണ്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നു. ആദ്യം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 എന്നുള്ള പ്രൊഡക്റ്റ് കാണാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 6 6x. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പ്രൊഡക്റ്റ് കണ്ടു. അടുത്തത് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 എക്സ് 5 ഇൻറ്റു എക്സ് 5x 5 into 1 5 എന്ന്. x means over x. അപ്പോൾ 1x plus 5x is 6x. so this is equal to x square plus 6x plus 5. അപ്പോൾ ഈ പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം? എക്സ് സ്ക്വയർ പ്ലസ് 6x കാണാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 കാണാം. അപ്പോൾ 5 കൂടുതലാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഡിഫറൻസ് ഈസ് 5 എന്ന് കിട്ടും.
So difference is equal to 5. ഡിഫറൻസ് 5 ആണെന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിലെ 9 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്: 8, 9, 10, 13, 14, 15, 18, 19, 20. അങ്ങനെ ഈ 9 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ 8, 9, 10, 13, 14, 15, 18, 19, 20. എന്നിട്ട് ഇതിൽ ഡയഗണൽ പേഴ്സ് മാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അതായത് ഇത് രണ്ടും നമ്മൾ പ്രൊഡക്റ്റ് കാണുന്നു, ഇത് രണ്ടും നമ്മൾ പ്രൊഡക്റ്റ് കാണുന്നു, അതിനുശേഷം ഡിഫറൻസ് കാണുന്നു, എത്ര കിട്ടും എന്ന് നോക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ 8 × 20 = 160. Then 18 × 10. 18 × 10, that's equal to 180. So what is difference? Difference is equal to 180 minus 160, that's equal to 20. ഇനി ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ഈ 8 + 2 ആണ് 10. അപ്പോൾ എക്സ് + 2 എന്ന് വരും. അടുത്തത് ഇവിടെ 8 + 10 ആണ് 18. സോ എക്സ് + 10 എന്ന് കിട്ടും. ഓക്കെ. പിന്നെ 18 + 2 ആണ് 20. സോ എക്സ് + 10 + 2, അപ്പോൾ എക്സ് + 12 എന്ന് കിട്ടും. ഇതാണ് 4 നമ്പേഴ്സ്. ഡയഗണൽ പ്രൊഡക്റ്റ് കാണുന്നു. അതായത് എക്സും എക്സ് + 2 തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണുന്നു. എക്സ് × എക്സ് + 2, എക്സ് × എക്സ്, എക്സ് സ്ക്വയർ, എക്സ് × 12, 12x. ഇനി ഇത് രണ്ടും തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണുന്നു. എക്സ് + 10 × എക്സ് + 2, എക്സ് × എക്സ്, എക്സ് സ്ക്വയർ, എക്സ് × 2, 2x, 10 × x, 10x, 10 × 2, 20. 2x ഉം 10x ഉം കൂടെ 12x ആവും. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ, ഇവിടെ 12x + 20. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്ക്വയർ + 12x, ഇവിടെ x സ്ക്വയർ + 12x + 20, ഒരു എക്സ്ട്രാ 20 ഉണ്ട്. ഇതാണ് ഗ്രേറ്റർ. ഇതിൽ നിന്ന് ഇത് നമ്മൾ മൈനസ് ചെയ്താൽ, അതായത് ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 20. ഓക്കെ. സോ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 20. Algebraically we got the difference between two products of diagonal pairs is equal to 20. Dear students, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Thank you for watching Abu Maths. See you next day.